വിഷൻ പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പക്ഷി സർവേയുമായി വിദ്യാർത്ഥി സംഘം. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ദീപാഞ്ജലി ഒരുക്കി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കനത്ത മഴ കാരണമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. ഫോഗട്ടിന്റെ അപ്പീലിൽ വിധി ഓഗസ്റ്റ് 13. ദിവ്യകാരുണ്യ ശക്തിയാൽ ഒരു സൈന്യത്തെ കീഴടക്കിയ അസീസിയിലെ വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. കടപ്പൂരിലെ പക്ഷി വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണത്തിനായി പക്ഷി സർവേയുമായി വിദ്യാർത്ഥി സംഘം. ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസിന്റെ നേതൃത്വത്തിൽ മീനച്ചിലാർ, മീനന്തരയാർ, കൊടൂരാർ പുനഃസംയോജന പദ്ധതിയുടെ പങ്കാളിത്തത്തോടെ നടത്തിയ സർവേയിൽ വിദ്യാർത്ഥികളടക്കം 50-ലധികം പേരാണ് പങ്കാളികളായത്. വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഏറ്റുമാനൂർ കുരിശുപള്ളി കവലയിൽ ദീപം തെളിയിച്ചു. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലയിലെ മറ്റ് അസോസിയേഷൻ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. മുണ്ടക്കൈ ദുരന്തത്തിന് കാരണം കനത്ത മഴ തന്നെയെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട്. ദുരന്തമുണ്ടാകുന്നതിന് മുൻപുള്ള 24 മണിക്കൂറിൽ പുത്തുമലയിൽ പെയ്തിറങ്ങിയത് 372.6 മില്ലിമീറ്റർ മഴയാണ്. തെറ്റമലയിൽ 409 മില്ലിമീറ്റർ മഴയും പെയ്തു. സ്ഥലത്തിന്റെ ചരിവും മണ്ണിന്റെ ഘടനയും ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയാക്കി. 2018 മുതൽ നിരന്തരം ഉരുൾപൊട്ടലുകൾ ഉണ്ടായ പ്രദേശത്താണ് വൻ ദുരന്തം സംഭവിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. അമിത ഭാരത്തെ തുടർന്ന് പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാകപ്പെട്ട വിനേഷ് ഫോഗട്ടിന്റെ ഹർജിയിൽ ഓഗസ്റ്റ് 13 വിധി പറയും. വെള്ളി മെഡൽ നൽകണമെന്ന് ആവശ്യപ്പെട്ട് വിനേഷ് കോടതി ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സിൽ ഹർജി നൽകിയിരുന്നു. വിഷയത്തിൽ വിനേഷ് ഫോഗട്ടിന്റെ വാദം കോടതിയിൽ പൂർത്തിയായിരുന്നു. കോടതി വിധി താരത്തിന് അനുകൂലമായാൽ വെള്ളി മെഡൽ ലഭിക്കും. പാദരക്ഷകൾ അണിയാതെ, ഭിക്ഷയാചിച്ച്, ചാക്കുവസ്ത്രം ധരിച്ച്, യാതൊന്നും സ്വന്തമാക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചുള്ള ജീവിതം നയിച്ച് ദിവ്യകാരുണ്യ ശക്തിയാൽ ഒരു സൈന്യത്തെ കീഴടക്കിയ അസീസിയിലെ വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ സഭയിൽ ആഘോഷിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പക്ഷി സർവേയുമായി വിദ്യാർത്ഥി സംഘം. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ദീപാഞ്ജലി ഒരുക്കി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കനത്ത മഴ കാരണമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. ഫോഗട്ടിന്റെ അപ്പീലിൽ വിധി ഓഗസ്റ്റ് 13. ദിവ്യകാരുണ്യ ശക്തിയാൽ ഒരു സൈന്യത്തെ കീഴടക്കിയ അസീസിയിലെ വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ ആഘോഷിച്ചു. വാർത്തകൾ സമാപിച്ചു. ശുഭദിനം നേരുന്നു.